എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 37-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിതസ്വാന്ദേഷ്വീശ ഗതേഷു താവക കൃപാപീയൂഷതൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത്സാന്നിധ്യപുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹദ്രാജാസശൂരാത്മജ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ശ്രുത്വ എന്നാൽ കേട്ടിട്ട്, കർണരസായനം കർണാമൃതം പോലെയുള്ള, തവ വച അങ്ങയുടെ വാക്കുകൾ, സർവേഷു എല്ലാവരും, നിർവാപിത സ്വാന്തേഷു ഉള്ളുകുളിർത്തവരും സംതൃപ്തരും ശാന്തചിത്തരുമായി, ഈശ അല്ലയോ നാഥ ഈശ്വര, ഗതേഷു പോയി, താവക കൃപാപീയൂഷ തൃപ്താത്മസു അങ്ങയുടെ കൃപാമൃതത്താൽ തൃപ്തിയാക്കപ്പെട്ട മനസ്സോടുകൂടിയവരും, വിഖ്യാതേ പ്രസിദ്ധിയാർജിച്ച, മധുരാപുരേ മധുരാപുരിയിൽ, കില ഭവത്സാന്നിധ്യ പുണ്യോത്തരേ അങ്ങയുടെ സാന്നിധ്യം മൂലം പുണ്യോത്കൃഷ്ടമായി പോലും, ധന്യാം ദേവകനന്ദനാം ഭാഗ്യവതിയായ ദേവകപുത്രിയെ, അതായത് ദേവകിയെ, ഉദവഹത് വിവാഹം ചെയ്തു. ആര്? രാജാ സ ശൂരാത്മജ ശൂരന്റെ പുത്രനായ ആ രാജാവ്. അതാരാ? വസുദേവൻ. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അതായത് ദേവന്മാർ സമാധാന ചിത്തരായി മടങ്ങിപ്പോവുകയും വസുദേവൻ ദേവകിയെ വിവാഹം ചെയ്യുകയും ചെയ്യുകയാണ്. കർണാമൃതം പോലുള്ളതും ചൈതന്യം പ്രദാനം ചെയ്യുന്നതുമായ ഭവദ്വജസ്സുകൾ, അതായത് അങ്ങയുടെ വാക്കുകൾ കേട്ട് ദേവന്മാരെല്ലാം സംതൃപ്തരും ശാന്തചിത്തരുമായി മടങ്ങിപ്പോയി. അങ്ങയുടെ സാന്നിധ്യം മൂലം പരിപൂതമാക്കപ്പെട്ട മധുരാ നഗരത്തിലെ ശൂരപുത്രനായ വസുദേവൻ ധന്യയും സാധ്വിയുമായ ദേവകിയെ പരിണയിച്ചു. ഹരേ കൃഷ്ണ.